എം ടിയും ഞാനും തമ്മിലുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധം ആരംഭിക്കുന്നത് വളരെ വളരെ മുമ്പാണ്. 1961 എത്ര വർഷങ്ങളായി എന്ന് ഇപ്പോൾ എണ്ണി നോക്കുമ്പോൾ ഞാനും ഒരു ജാമ്പവാനാണ് എന്ന് തോന്നിപ്പോവുകയാണ്. അത്രത്തോളം പഴക്കമുണ്ട്. അത് അന്നൊരു സംഘടന, കോഴിക്കോട്ടെ കേരള സാഹിത്യ സമിതി എന്നൊരു സംഘടന രൂപം കൊള്ളുകയും എൻ വി കൃഷ്ണവാര്യരും എസ് കെ പൊറ്റേക്കാടും APP നമ്പൂതിരിയും തിരുവത്തുരാമനും തുടങ്ങിയുള്ള ആൾക്കാരുടെ മഹാപ്രതിഭകളുടെ നേതൃത്വത്തിൽ ഒരു സംഘടന തുടങ്ങുകയും വയലാർ രാമവർമ്മ, ജി ശങ്കരക്കുറുപ്പ് തുടങ്ങിയ പ്രഗത്ഭരുടെ സഹായത്തോടുകൂടി നിർദ്ദേശങ്ങളോടുകൂടി അത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലത്ത് അതിൻ്റെ ഒരു ക്യാമ്പിൽ വെച്ചാണ് അദ്ദേഹത്തെ ഒരു 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 ഒറ്റ നോട്ടം കാണുന്നത്. അന്ന് ചെറുകാടാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവൻ അത്യാവശ്യം കവിതകളൊക്കെ എഴുതുന്ന ഒരു പയ്യനാണ് എന്ന് പറഞ്ഞു. അന്ന് എന്നെക്കുറിച്ച് ശങ്കരൻ മാഷ് പറഞ്ഞത്, KP ശങ്കരൻ മാഷ് പറഞ്ഞത് അനാഗത ശ്മശ്രു എന്നാണ്. അങ്ങനെയുള്ളൊരു പയ്യൻ ആ ഘട്ടം മുതൽ തുടങ്ങിയ ഒരു ബന്ധമാണ്. പിന്നീട് അത് ഒരു ഗുരു ശിഷ്യ ബന്ധം പോലെ വളർന്ന് ഞാൻ അദ്ദേഹത്തിനൊരു ശല്യക്കാരൻ ആയി മാറിയോ എന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അന്നൊക്കെ ധാരാളം സംസാരിക്കും, എന്നും ധാരാളം സംസാരിക്കുമായിരുന്നു, പുതിയ കാലത്തും. കാരണം ഇദ്ദേഹത്തിന് ഈ കാലത്തുള്ള മൗനം എന്ന് പറയുന്നത് വളരെ വാചാലമായ ഒരു മൗനം തന്നെയാണ്. അങ്ങനെ ബാലപംക്തിയിലൊക്കെ എഴുതി വന്നിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് സംബന്ധമായ ചില നിർദ്ദേശങ്ങൾ ഒക്കെ തരികയുണ്ടായി. കവിതയുടെ കാര്യത്തിൽ അദ്ദേഹം കഥാകാരനാണെങ്കിൽ പോലും കവിതയെക്കുറിച്ച് ധാരാളം എന്നോട് പറഞ്ഞു തന്ന ഒരു ഓർമ്മ എനിക്ക് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത്, അന്ന് കക്കാടാണ് എൻ്റെ ഒരു മാനസ ഗുരു എന്ന് പറഞ്ഞ് ഇവിടെ എന്നെ സഹായിച്ചു കൊണ്ടിരുന്ന, എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ കവിതയൊക്കെ പറഞ്ഞു തന്നിരുന്ന എൻ്റെ മറ്റൊരു ഗുരു, ആദ്യത്തെ ഗുരു എന്ന് തന്നെ പറയട്ടെ. അപേക്ഷിച്ചോളൂ, കിട്ടാതിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനത് അപേക്ഷ കൊടുത്തു. ഭാഗ്യവശാൽ ആ ഇൻ്റർവ്യൂവിന് ഈ ഇൻ്റർവ്യൂ ബോർഡിൽ വന്നിരുന്നത് ഒന്ന് EMJ വെണ്ണിയൂർ ആയിരുന്നു, മറ്റൊന്ന് PP ഉമ്മറുകോയ, ഗാന്ധിയൻ ആയിരുന്ന, നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PP ഉമ്മറുകോയ ആയിരുന്നു. ഇവിടെ സാഹിത്യ എക്സ്പെർട്ട് എന്ന രീതിയിൽ അന്ന് ആ ഇൻ്റർവ്യൂവിന് സന്നിഹിതനായത് MT വാസുദേവൻ നായരായിരുന്നു. അതോടുകൂടി എനിക്ക് അല്പം ആശ്വാസമായി. ഏതായാലും ഒരു ബന്ധമുണ്ടല്ലോ. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നടന്ന് കൊണ്ടിരുന്നു. അദ്ദേഹം ചോദിച്ചു, വൈലോപ്പിള്ളി എഴുതിയ ഒരു ഖണ്ഡകാവ്യം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചു. വാസ്തവത്തിൽ എനിക്കത് പറയാൻ സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. വൈകുന്നേരം വീണ്ടും ഞാൻ വീട്ടിൽ പോയി. ഇവിടെ സിത്താര് രാരിച്ചന്ദ് റോഡിലെ വീട്ടിൽ പോയി, കൊട്ടാരൻ റോഡിലെ വീട്ടിൽ പോയി. അന്ന് എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. ശരിക്കും വഴക്ക് തന്നെയായിരുന്നു. കാരണം നീ പറയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത്രയും എളുപ്പമുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. അത് മോശമായി പോയി. കിട്ടുമോ എന്നുള്ളത് മറ്റുള്ളവരുടെ മാർക്ക് പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സെലക്ഷൻ വന്നപ്പോൾ 2 പേർക്ക് ഏതാണ്ട് തുല്യ മാർക്ക് വന്നെത്തുകയും വീണ്ടും ഒരു ഇൻ്റർവ്യൂ നടത്തുകയും അന്നും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് ഒരുവിധം 1969 അത് 1969 ഞാൻ അവിടെ ആകാശവാണിയിൽ ചേരുകയാണ്. അന്ന് മുതൽ ഈ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യ ബന്ധം വളരുകയും അങ്ങനെ
നിരന്തരം പലതും എഴുതി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണിക്കുകയും അത് തിരുത്തി തരുകയും അങ്ങനെ പലതും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് യുവത്വത്തിൻ്റെ ഒരു കാലം, കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. അന്ന് ഞാൻ കോളേജിൽ കഴിഞ്ഞ് ഒരു യുവാവ് എന്ന നിലയ്ക്കുള്ള ഈ പ്രണയത്തിൻ്റെയും എം ടിയുടെ കഥകളൊക്കെ വായിച്ച് ഗുപ്തമായ പ്രണയത്തിൻ്റെയൊക്കെ സംഗതികൾ, സാഹിത്യത്തിൽ പറഞ്ഞാൽ സംഗീതത്തിൽ പറഞ്ഞാൽ സംഗതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഞാൻ ഒരു ചെറുകഥ എഴുതി. ആ ചെറുകഥയുടെ പേരാണ് വളരെ കൗതുകകരമായിട്ടുള്ളത്. അത് വേലക്കാരിയുടെ മുടി എന്നായിരുന്നു. അപ്പോൾ ഞാനിത് പലതവണ മാറ്റി എഴുതി ഒക്കെ തിരുത്തി മനോഹരമാക്കി എം ടിയെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒറ്റ നോട്ടാണ്, എൻ വി കൃഷ്ണവാര്യർ മാത്രമാണ് അതുപോലെ ഒറ്റ നോട്ടത്തിൽ കൃതികൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഒറ്റ നോട്ടം നോക്കി എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ആ കവിത എഴുതി വളരുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ കഥയെഴുത്ത് അങ്ങ് നിർത്തിവെച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ കഥ എഴുത്തുള്ളൂ. ഈ വേലക്കാരിയുടെ മുടി എന്ന കഥയോടുകൂടി എൻ്റെ കഥ കഴിഞ്ഞു. ഏതായാലും അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് ഈ 10-60 വർഷമായിട്ട് എം ടിയുമായിട്ടുള്ള ഒരു ബന്ധം തുടർന്ന് വന്നതുള്ളൂ. എപ്പോഴും ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലും. ഇപ്പോൾ ആയിരുന്നു താമസം. അതുകൊണ്ട് 5-6 മാസമായിട്ട് അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നില്ല. എങ്കിലും മകളുടെ കൂടെ അവളുടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുകയും മകൾ എം ടിയുടെ പൗത്രൻ്റെ മകളുടെ എം ടിയുടെ മകളുടെ മകനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകൾ മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകളാണ്. ഇങ്ങനെ ഓരോ കാലത്തും എനിക്ക് തന്നുകൊണ്ടിരുന്ന ഉപദേശങ്ങൾ ഏതൊക്കെ രീതിയിൽ അന്ന് എൻ്റെ ജോലി സ്ക്രിപ്റ്റ് റൈറ്റർ എന്നായിരുന്നു. ആകാശവാണിയിൽ സ്ക്രിപ്റ്റുകൾ എഴുതുക എന്നുള്ളത്, അത് നാടകമാവാം, കഥയാവാം, ചിത്രീകരണമാവാം, സംഗീത ശില്പങ്ങളാവാം, പാട്ടാവാം, എന്തും എഴുതി കൊടുക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ കാര്യത്തിലൊക്കെ നിരന്തരമായി അന്ന് കക്കാട് എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും കൂടി വന്നപ്പോൾ അതൊരു വലിയ ഒരു അനുഗ്രഹമായിട്ട് ആ കാലത്ത് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ പിന്നീട് ആ കാലത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ധാരാളം വായിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ കഥകൾ മുഴുവൻ, നായർ തറവാടുകളുടെ കഥകൾ മുഴുവൻ, ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ അന്തരീക്ഷം ഒക്കെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് പുളകം കൊള്ളിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ നാലുകെട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ചിന്തകളെ, അല്ലെങ്കിൽ ഓർമ്മകളെ, അല്ലെങ്കിൽ പാരമ്പര്യത്തെ ഉണർത്തുന്ന കഥാപാത്രങ്ങൾ, അതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു സൗഹൃദം, ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാനതിനെ ഒരു ആത്മീയമായ ബന്ധം എന്ന് പറയുന്നു. കക്കാടനോട് മാത്രമാണ് ഇത്തരത്തിലൊരു ആത്മീയ ബന്ധം എനിക്ക് മറ്റൊന്നുള്ളത്. അദ്ദേഹം എൻ്റെ കുട്ടിക്കാലത്തെ കവിതയുടെ ഗുരുനാഥനായിരുന്നു എന്നുള്ളതുകൊണ്ട്. പിൽക്കാലത്ത് കവിതകളൊക്കെ എഴുതി കൊണ്ട് കാണിക്കുമ്പോഴും ഒന്ന് വായിച്ചു നോക്കി അതിന് ഒരു മോശം എന്ന ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവം. പിന്നീട് അദ്ദേഹം നിർമാല്യം നിർമാല്യം സിനിമയാക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി ചില ശബ്ദചിത്രങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ആകാശവാണിയിൽ 1-2 തവണ വന്നു. എന്നിട്ട് രാഘവൻ മാഷുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ചില ശബ്ദ ചിത്രങ്ങളൊക്കെ അവിടുന്ന് എടുക്കാൻ സഹായം ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. ആ സിനിമ നമുക്ക് അറിയാമല്ലോ, വെളിച്ചപ്പാടിൻ്റെ കഥ നമുക്ക് അറിയാം. രാഘവൻ മാഷാണ്
അതിൻ്റെ സംഗീതം കൊടുത്തിരിക്കുന്നത്. അതും ആ ഒരു ഓർമ്മ, മറ്റൊരു ഓർമ്മ, അതിലെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ അവിടെ മൂക്കുതല അവിടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് ഈ വരത്താ തരങ്കിണി എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സ്റ്റേഷൻ ഡയറക്ടറുടെ മുറിയിലേക്ക്, അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലത്താണ്, ഒരു കോൾ വരുന്നു. വാസുദേവൻ നായരാണ്, ശ്രീധരൻ ഉണ്ണിയെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട്, അന്ന് കോന്നിയൂർ നരേന്ദ്രനാഥാണ് ഡയറക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നീ വൈകുന്നേരം ഒന്ന് ഇവിടെ വരണം, MP ശ്രീനിവാസൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമ എൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന അവസരത്തിലാണ് എന്നോട് പറഞ്ഞു, ഇതിന് ഒരു ശങ്കരാചാര്യരുടെ ഒരു തത്വശാസ്ത്രം പറഞ്ഞിട്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആശയം എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. അതിനൊരു കവിത ഇതിൽ എഴുതിയുണ്ടാക്കണം, പിന്നെ ഒരു മാപ്പിളപ്പാട്ട് വേണം, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ശ്രീനിവാസനോട് സംസാരിച്ച് ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. പിന്നെ അവിടെ ഇത് കോലായിലിരുന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എഴുതി കൊടുത്ത ഒന്ന് രണ്ട് പാട്ടുകൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നുള്ള സിനിമയിൽ വന്നതായി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പിന്നീട് സിനിമാ രംഗവുമായിട്ട് എനിക്ക് പിന്നീട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ അതിന് പോയിട്ടില്ല. ഏതായാലും ഈ ഒരു ബന്ധം ഇത് ഇപ്പോഴും ഇടയും അദ്ദേഹം ഇടയെന്ന് പറഞ്ഞാൽ ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് ആയിരിക്കണം ഇവിടെ ഈ സിനിമയുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ഒരു 50-ാം വാർഷികമോ ഏതോ ഒരു വാർഷികം ഇവിടെ ആഘോഷിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി എന്നെയും കൂട്ടിയിട്ട് അതിൻ്റെ ഭാരവാഹികൾ ചെന്നു. അപ്പം അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചതായിരുന്നു എങ്കിൽ പോലും അന്ന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വന്നെത്താൻ കഴിഞ്ഞില്ല. അത് ടീച്ചറാണ് എന്നെ വിളിച്ച് അറിയിച്ചത്, വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഏതായാലും അത്തരം വളരെ കൗതുകകരമായ ഓർമ്മകൾ, അതാണ് എം ടിയുമായി എനിക്കുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ഇഴയെടുപ്പം എന്ന് പറയുന്നത്. അദ്ദേഹം ധാരാളം ഉപദേശങ്ങൾ തരുമായിരുന്നു. പുസ്തകങ്ങൾ വായിക്കേണ്ടതിൻ്റെ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കേണ്ടതിൻ്റെ, എലിയട്ടിൻ്റെ കവിതകൾ വായിക്കേണ്ടതിൻ്റെ ഒക്കെ കഥകൾ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നീ അത് വായിക്കണം, ഇതോടൊപ്പം തന്നെ ഇവിടെ രാമായണം വായിക്കുന്നതോടൊപ്പം നീ TS എലിയട്ടിനെ വായിക്കണം എന്ന്. അല്ലെങ്കിൽ ജോൺ ഡൺ എന്നൊരു കവി ഉണ്ടായിരുന്നു, ഈ മെറ്റാഫിസിക്കൽ കവിതയുടെ ഒരു വക്താവാണ്. സജയ് ഇവിടെയുണ്ട്, പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും ആ ജോൺ ഡൺ എന്ന കവിയെ വായിക്കണം. ഇതിൻ്റെ കവിതകളിൽ ചെറിയ ചെറിയ ചില സ്പാർക്കുകൾ അത്തരത്തിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ഓർമ്മ. അത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ജോൺ ഡൺ കവിത അന്വേഷിച്ച് രാമേന്ദ്രൻ്റെ വീട്ടിൽ പോയി കവിതകളൊക്കെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് വായിച്ചിട്ട് എനിക്ക് കാര്യമായ പിടുത്തമൊന്നും കിട്ടിയില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ചില കൗതുകകരമായ ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ മോർച്ചറിയിലല്ല, ആ ഫ്രീസറിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഈ നിശ്ചലത, അതൊരു വല്ലാത്ത മൗനം തന്നെ എന്ന് തോന്നിയ ഒരവസ്ഥ, അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തളം കെട്ടുന്ന മറ്റൊരു ഓർമ്മയായി നിൽക്കുന്നു. നിങ്ങൾക്കെൻ്റെ വിനീതമായ വന്ദനം.